രജിസ്റ്റേ, ഈ വരുന്ന ശനിയാഴ്ച ഇലക്ഷൻ, എന്റെ ചിഹ്നറിയാലോ, ആ നോക്കുകുത്തിയിലൊന്ന് കുത്തിയേക്കണേ. അത് പ്രത്യേകം പറയേണ്ട ആവശ്യമുണ്ടോ? നോക്കുത്തിയിൽ കുത്തിയിരിക്കും. പിന്നൊരു കാര്യം, മഹാത്മാ റെസിഡൻസ് അസോസിയേഷന്റെ കാര്യങ്ങള് നോക്കുത്തി പോലെ ആവരുത്. നീ നോക്കിക്കോ, ഞാൻ ഇവിടെ സ്വർഗമാക്കും. ഞാൻ ജയിച്ചാല് ഹണി റോസിനെ കൊണ്ടുവരും. ഇത് തന്നെയാണല്ലോ ഉത്തമേട്ടനും പറഞ്ഞത്. ഓ പിന്നെ ഉത്തമേട്ടൻ വിളിച്ച ഹണി റോസ് പറന്നു വരും. എടാ ചെറുക്ക, എന്റെ വല്യമ്മയുടെ മോളാടാ ഹണി റോസ്. സത്യം? പിന്നല്ലാതെ, പ്രായത്തിൽ ഞാനാ ഇളയതാണെങ്കിലും കാഴ്ചയിൽ അവളാ മൂത്തത്. ഓ ദേ, എനിക്ക് ആരും ഇല്ല കേട്ടോ. അപ്പൊ സജീവേട്ടൻ ഡൈവോഴ്സ് ആയ? അതല്ലടാ, ഇലക്ഷനിൽ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാന്നാ പറഞ്ഞേ. ചേച്ചി ധൈര്യമായിട്ടിരിക്കും, നോക്കുത്തി ഇവിടെ ചേച്ചി. അത് മതി, എന്നാ ഞാൻ പോട്ടെ. ഓക്കെ ഓക്കെ. ശ്രുതിയേ, കാശ് എന്റെ ആണെങ്കിലും വയറ് നിന്റെയാന്നുള്ള ഓർമ്മ വേണം കേട്ടോ. ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ട്. രജീഷ്, പയ്യെ കയറ്റി വിടറാ, നിന്റെ വായ കുതിരാന്തോരം പോന്നും അല്ലല്ലോ. ഇങ്ങോട്ട് നോക്കിയേ, പൊറോട്ട ഒക്കെ മേടിച്ചിട്ട് അവസാനം പുറകോട്ട് മാറി നിന്നിട്ട് എനിക്ക് കാലുവാരി ഉണ്ടല്ലോ. എന്റെ സ്വഭാവം നിനക്കറിയാലോ. മാറില്ല, നിന്റെ സ്വഭാവമല്ല ഞാൻ പറഞ്ഞ. ഇലക്ഷന് കട്ടയ്ക്ക് എല്ലാരും എന്റെ കൂടെ നിന്നോണം. അയ്യോ, എനിക്കൊരു മധുരം ഇടാത്ത കട്ടൻ ചായ മതിയേ. നമസ്കാരം. കേട്ടോ, പിടിച്ചേ. ഇതിടക്കിടക്ക് നിങ്ങൾ ഇങ്ങനെ ഒരച്ചോണ്ടിരിക്കണം, എങ്കിലേ എന്നെ ഓർമ്മ വരുള്ളൂ. അപ്പൊ നമ്മുടെ ചിഹ്നം എന്താ? ഇയാൾ ഒരക്കണ്ട, വേഗം കയറ്റി വേടാ, വീട് കണ്ടാൻ കിടക്കുക. നമസ്കാരം, ഉത്തമനാണേ. ഇലക്ഷനൊക്കെ അടുത്ത് വരുവാണല്ലോ, അറിയാലോ. ഇതങ്ങ് പിടിച്ചാട്ടെ. ഈ തീപ്പെട്ടിക്കകത്ത് കിടക്കണ കൊള്ളി പോലെയാണ് എൻ്റെ മനസ്സ്. ഉരച്ചാ കത്തും, എന്നെ അങ്ങ് ജയിപ്പിച്ചേക്കണം. ആരാണ് ഇവിടെ വരാൻ കൊടുത്തത്? ഞാനാണ് വരാൻ കൊടുത്തങ്ങനായിട്ടും. ഞാനാ സാറേ, ഉത്തമൻ. എന്താണ് ഉത്തമ? സാറേ, നമ്മുടെ അസോസിയേഷന്റെ തെരഞ്ഞെടുപ്പ് വരുവാണല്ലോ, എന്നെ ഒന്നങ്ങ് മിന്നിച്ചേക്കണം. ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഉടുപ്പിയിലേക്കൊരു സൗജന്യ യാത്ര. സാറ് കാശ് മുടക്കിയാണല്ലോ ഉടുപ്പി പോയി ഇടക്കിടക്ക് അച്ഛനും അമ്മയൊക്കെ കാണുന്നത്. ഇതാവുമ്പോൾ കാശ് മുടക്കില്ല, ഉടുപ്പി പോവുകയും ചെയ്യാം, അച്ഛനും അമ്മേനെ കാണുകയും ചെയ്യാം, അമ്പലത്തിൽ കയറി തൊഴുകയും ചെയ്യാം. ഒരു വെടിക്ക് 3 പക്ഷി. എങ്ങനെയുണ്ട്? കാശ് മുടക്കാത്ത കാര്യമാണെങ്കിൽ നാണൂറുക്ക് ഉറപ്പായിട്ട് വരാൻ കൊടുക്കാം. അത് മതി. ഒരു 10 പൈസ ചെലവാക്കണ്ട. കാശ് മുടക്കില്ലെങ്കിൽ ഉടുപ്പി വഴി പോയി ഗോവയ്ക്ക് പോകാം. അവിടെ എന്റെ സിസ്റ്റർ ഉണ്ട്. ആണോ? അമേരിക്കയിൽ ആരെങ്കിലും ഉണ്ടോ? ഭാഗ്യം. മിനി ഇപ്പൊ വന്ന് നോക്കുകുത്തിക്ക് വോട്ട് ചെയ്യാൻ കൊടുക്കണമെന്ന് പറഞ്ഞ് പോയതേ ഉള്ളു. നോക്കുകുത്തിക്ക് എങ്ങാനും വോട്ട് ചെയ്താ സാറ് കുത്തിയിരിക്കേണ്ടി വരും കേട്ടാ ജയിലില്. ഞാൻ കുബേരക്ക് കേസ് കൊടുക്കും. ഇല്ല, നാം തീപ്പെട്ടിക്ക് വോട്ട് കൊടുക്കൂ. അതാണ് വേണ്ടത്. എന്നാ സാറും പിടിച്ചോ ഒരു തീപ്പെട്ടി. സമയം കിട്ടുമ്പോ 2 പേരും കൂടി ഇരുന്ന് അങ്ങ് ഉരച്ചു കളിച്ചോ. അപ്പൊ എന്നെ ഓർമ്മ വരുമല്ലോ. അപ്പൊ മറക്കരുത്, എന്റെ ചിഹ്ന തീപ്പെട്ടി. എന്നാ പിന്നെ ഉത്തമൻ അങ്ങോട്ട്. ശരി. ഇന്ന് കുച്ചിപ്പുടി കളിക്കണ, അത് കുച്ചിപ്പുടി കളിക്കണ പാത്രമല്ല, ടയറാ. എടുത്തോണ്ട് പോ. എന്നാലും എന്റെ തുടി, ഈ സമയത്ത് തന്നെ നിന്റെ പണിക്ക് പണി കിട്ടിയല്ലോ. നിങ്ങളെല്ലാവരും കൂടി ആ കമ്മത്തിന്റെ വീട്ടിലേക്ക് വന്നായിരുന്നെങ്കിൽ എനിക്കൊരു അംഗബലം ഉണ്ടാവും. അംഗം വെട്ടാനല്ലല്ലോ പോയത്, വോട്ട് കണ്ടാനല്ലേ. ഈ പലിശക്കാരൻ മാത്രം താല്പര്യമില്ല ഞങ്ങൾക്ക്. എങ്ങനെയെങ്കിലും ഒരു 10 വോട്ട് നമുക്ക് കൂടുതൽ പിടിക്കണമെന്നേ. വേടാ, ഒരേട വന്നണ്ടാ. അതാ മിനിയുടെ ഞങ്ങളെ വാലല്ലേ, അയാളെ കണ്ട ഞങ്ങൾക്കല്ലേ വോട്ട് ചെയ്യുള്ളൂ. അയാൾക്ക് അസോസിയേഷൻ മെമ്പർഷിപ്പ് ഒന്നും ഇല്ലല്ലോ. മെമ്പർഷിപ്പ് കൊടുക്കണോ വേണ്ടോ തീരുമാനിക്കുന്നത് ഈ ഉത്തമനാ, മനസ്സിലായോ?
എടാ എല്ലാവർക്കും ഒരു വീക്ക്നെസ് ഉണ്ട്. നമ്മൾ ആ വീക്ക്നെസ്സിൽ കയറി അങ്ങ് പിടിച്ചേക്കണം. അപ്പൊ വോട്ട് താനെ അങ്ങ് വീഴും. നീ കണ്ടോ? നമസ്കാരം ബാല. എവിടെ പോയിട്ട് വരും? ഫ്ലക്സ് വെക്കാൻ പോയതാ. ആരുടെ മരിച്ച? മരിച്ചവന്റെ ഫ്ലക്സ് വെക്കാൻ പോയതല്ല. എന്റെ പെങ്ങളും മിനിയുടെ ചിഹ്നം കെട്ടി വെക്കാൻ പോയതാ. നമ്മുടെ ചിഹ്നം നോക്കുകുത്തി. നമ്മുടെ ചിഹ്നം നോക്കുകുത്തി. ചിഹ്നം വെച്ചിട്ടും ചിഹ്നം വിളിച്ചിട്ടും ഒന്നും ഒരു കാര്യമില്ല. ഇവിടെ ഇപ്പൊ തന്നെ ഒരാൾ ജയിക്കാൻ പോവാ. ഈ പൊട്ടിയ ടയർ പോലെ. ഉത്തമ ചേട്ടാ തീപ്പെട്ടിയാണ് കൊടുക്കും. ഇതാണ് എന്റെ ചിഹ്നം, തീപ്പെട്ടി. ഇത് നിനക്ക് ഉപകാരപ്പെടും. എന്തായാലും നിന്റെ മകള് നോക്കും. അപ്പൊ നിനക്ക് ഈ തീപ്പെട്ടി കൊണ്ട് നോക്കൂത്തി അങ്ങ് കത്തിച്ചു കളയും. ഉത്തമ ചേട്ടാ ഇത് ഉത്തമ ചേട്ട വിജയല്ല, നമ്മുടെ വിജയ. നിന്റെ ചായക്കടയിലെ തീറ്റ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. എടാ ഇത് 150 വീട്ടിൽ കൂടി തീപ്പെട്ടി കൊടുക്കാനുണ്ട്. വണ്ടി കയറാൻ നോക്കണം. ഓ കേറ്. രാഗം താളം നോക്കണ്ട, എഴുതാൻ പറഞ്ഞു എഴുതി വെച്ചടിക്കുന്നു. മക്കളെ പാട്ട് റെഡിയായോ? എല്ലാം സെറ്റായി. പാടി കേൾക്കട്ടെ കേൾക്കട്ടെ. പാടട്ടെ. തീപ്പെട്ടി പോലൊരു പെട്ടി, പെട്ടി തുറന്നപ്പോ പൊട്ടി. ഉത്തമൻ ചേട്ടന്റെ പെട്ടി, അത് ആരോ ഉരച്ചങ്ങ് പോയി. കൊള്ളി ഉരയ്ക്കുമ്പോ നോക്കൂ, തീപ്പെട്ടി കട്ടണ കണ്ട. സംഗീതം അങ്ങനെ ചെയ്തിട്ടില്ല. എന്തിനാടാ ഇത് സംഗീതം ചെയ്യണം? 10 ആള് കേട്ട് കഴിഞ്ഞാൽ ഞാൻ അപ്പൊ തന്നെ പൊട്ടും. ഈ കുണഞ്ഞ പാട്ട് എഴുതാൻ വേണ്ടിയാണോ 5-6 ദിവസം ചെല്ലും കൊടുത്ത് നിന്നേക്ക് ഇവിടെ എടുത്തത്? ചേട്ടാ അത് പല്ലവിക്കല്ലേ കുഴപ്പമുള്ളൂ. ചരണം തന്നെ പക്ക ഓക്കെ. അയ്യോ ഇനി ചരണവും കൂടി വന്നിട്ട് വേണം നിങ്ങൾക്ക് എന്റെ മരണം കാണാൻ. 1.5 കട്ടയ്ക്കാൻ കിട്ടല്ലോ. എന്റെ സുഖിനെ നീ പോയി 1-2, 3 കട്ടിയോ ബാറിപ്പോയി ഇട്ടാ മതി. ഇത് ഷെയർ കൂടാനുള്ള സ്ഥലമല്ല. അതെ, ഒരു കാര്യം ഞാൻ അങ്ങ് പറയാം. നമ്മൾ ഈ ഓണത്തിന് എല്ലാ വീട്ടിലും ഓണക്കോടി കൊടുക്കുന്നു. അത് നല്ല ഐഡിയ. അങ്ങനെയാണെങ്കിൽ കസവിന്റെ കൂടി തന്നെ കൊടുക്കാം. ഇവിടെ കോണകത്തിലെ കസവുണ്ടോന്ന് ആൾക്കാർ ശ്രദ്ധിക്കുവോ? ബോട്ട് കെട്ടിയിൽ 50 രൂപയ്ക്ക് തൂക്കി വെക്കണ തുണി കിട്ടും. അത് മേടിച്ച് നമ്മളെല്ലാ വീട്ടിലാവും അല്ല അപ്പൊ മ്യൂസിക് വേണ്ടേ? മ്യൂസിക്. നീ ഇനി പാട്ട് ബാത്റൂമിൽ പോലും മൂളി ഞാൻ കേട്ടാ നിന്റെ മരണം ഉറപ്പാ. ഇങ്ങട് വീട് കയറാനുള്ള തീപ്പെട്ടി പോലൊരു പെട്ടി, പെട്ടി തുറന്നപ്പ പൊട്ടി. ഉത്തമൻ ചേട്ടന്റെ പെട്ടി, അത് ആരോ ഉരച്ചോണ്ട് പോയി. കൊള്ളി ഉരയ്ക്കുമ്പോ നോക്കൂ, തീപ്പെട്ടി കട്ടണ കണ്ട. തീപ്പെട്ടി പോലൊരു പെട്ടി, പെട്ടി തുറന്നപ്പ പൊട്ടി. ഉത്തമൻ ചേട്ടന്റെ പെട്ടി, അത് ആരോ ഉരച്ചോണ്ട് പോയി. കൊള്ളി ഉരയ്ക്കുമ്പോ നോക്കൂ, തീപ്പെട്ടി കട്ടണ കണ്ട. എങ്ങനെയുണ്ട്?